നാളത്തെ ക്ലിനിക്കിൻ്റെ ചുമതല എനിക്കായിരുന്നു. ഇപ്പോൾ ക്ലിനിക്ക് പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്നത് ഞാനും എൻ്റെ വൈഫും കൂടെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ബിസിനസ്സുകാരെല്ലാമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും തോന്നി പല ബിസിനസ്സിലേക്ക് കിടക്കണമെന്ന് തോന്നി. അങ്ങനെ നല്ല പാല് വരട്ടെ എന്നോർത്ത് നിച്ചുപാടൻ ഡയറി ഫാംസ് എന്ന് പറഞ്ഞൊരു ഫേം തുടങ്ങി. പക്ഷേ അത് പൂർണ്ണമായി എത്തിയിട്ടില്ല, അതിൻ്റെ പ്രൊഡക്ഷനൊന്നും തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് മെറ്റനോയോ എന്ന് പറഞ്ഞൊരു ഗ്രൂമിങ്, കോർപ്പറേറ്റ് ഗ്രൂമിങ് ആൻഡ് മോഡൽ ഗ്രൂമിങ്ങിനുള്ളൊരു കമ്പനി തുടങ്ങി. ചേഞ്ച് വിത്ത് നോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് എന്നാണ്, നോയിങ് എന്ന് പറഞ്ഞാൽ നോയിയോ എന്ന് പറഞ്ഞാൽ നോളജ് എന്നാണ്. ചേഞ്ച് ആഫ്റ്റർ നോയിങ് എന്ന് പറഞ്ഞ ഇതിനകത്ത് മെറ്റനോയോ എന്ന് പറഞ്ഞൊരു മൈൻഡ് ചേഞ്ചിങ് കോൺസെപ്റ്റ്സ്. ബേസിക്കലി നമ്മുടെ അറ്റയർ, നമ്മുടെ വാക്ക്, ചിലർ വിചാരിക്കും ചെരുപ്പിട്ടുകൊണ്ട് പോയാൽ എന്താണ്, പക്ഷേ ചെരുപ്പിട്ടുകൊണ്ട് ചില ഓഫീസിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബിസിനസ് കിട്ടിയെന്ന് വരികയില്ല. അപ്പോൾ ആ ഒരു മെറ്റമോർഫോസിസ് ഇൻ എംപ്ലോയീസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് അത്. പിന്നെ മോഡൽ ഗ്രൂമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് സൗത്ത് ഇന്ത്യ, മിസ് ക്വീൻ ഓഫ് ഇന്ത്യ ഇങ്ങനെയുള്ള പാജൻസിനെല്ലാം വേണ്ടി മോഡൽസ് വരും. അവർക്കറിയാൻ പാടില്ല എങ്ങനെ പ്രസൻറ്റ് ചെയ്താലാണ് തങ്ങളെ തന്നെ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ആ പ്രസൻറ്റേഷൻ സ്കിൽസ്, നമ്മളെ തന്നെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അങ്ങനെയെല്ലാം പഠിപ്പിക്കുന്ന ഒരു മോഡൽ ഗ്രൂമിങ്. അങ്ങനെ മെറ്റനോയോ മുമ്പോട്ട് പോയി വി ഹാവ് സീൻ ദ ഇവൻറ്റ്സ് ഹാപ്പനിങ്. പല ഇവൻറ്റ്സൊക്കെ നടക്കുന്നതെല്ലാം കണ്ടു, ഇവൻറ്റ്സിൻ്റെ ബാക്ക് സ്റ്റേജ് കണ്ടു, മോഡൽസുമായിട്ട് ഇടപെട്ടു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് വൈ ഡോണ്ട് ഐ സ്റ്റാർട്ട് ആൻ ഇവൻറ്റ് കമ്പനി എന്ന് വന്നത്. അങ്ങനെയാണ് സെവൻസ് എന്ന് പറയുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് വന്നത്. സെവൻസ് എന്ന് പറയുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി കൂടുതലും കോർപ്പറേറ്റ്സുമായിട്ടുള്ള ബന്ധങ്ങൾ കാരണം കോർപ്പറേറ്റ് ഏരിയയിലെല്ലാം വർക്ക് ചെയ്തു വന്നു. ഇപ്പോൾ അതിൻ്റെ തന്നെ ഒരു വിഭാഗമായിട്ട് ഫോറെവർ മൈൻ എന്ന് പറയുന്ന വെഡ്ഡിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അടുത്ത ഒരു ലെവലിലായിട്ട് അത് കഴിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്തുമായി ചേർന്ന് ഇപ്പോൾ ഷാൽവ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് വില്ലാസിൻ്റെ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഓണായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൾട്ടി ഫാസറ്റഡായിട്ട് വർക്ക് ചെയ്യാനാണ്. ഇപ്പോൾ ഇന്ന് വളരെ റീസെൻ്റായിട്ട് ഇപ്പോൾ അഡ്വർടൈസിങ് മേഖലയിലേക്ക് നമ്മുടെ അഡ്വർടൈസിങ് ഒരു കമ്പനിയെ ആയിട്ട് ലിങ്ക് ചെയ്ത് നമ്മുടെ കോർപ്പറേറ്റ് ഇവൻറ്റ്സും അഡ്വർടൈസിങ്ങിനോട് ചേർത്ത് ഒറ്റയടിക്ക് ഒരു സിംഗിൾ പാക്കേജ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുകൂടാതെ കേരള ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തിരക്കേറിയ ഓർത്തഡോണ്ടിസ്റ്റിനും ഒട്ടേറെ സ്ഥാപനങ്ങളുടെ ഭരണ മേധാവിക്കും 3 കുഞ്ഞുങ്ങളുടെ പിതാവായ കുടുംബനാഥനും ഇടയിൽ വിഭജിക്കപ്പെടുന്ന ഡോക്ടർ തോമസിന്റെ ദിനസരിയിൽ പൊതുജന സമ്പർക്കത്തിന്റെയും സാമൂഹ്യ സേവനത്തിന്റെയും നിബിഡ വേളകൾ കൂടെ ഉൾപ്പെടുന്നുണ്ട്. നിരയൊത്ത പല്ലുകൾ കൊണ്ട് മാത്രമല്ല, ഹൃദയം കൊണ്ടും പുഞ്ചിരിക്കുന്ന മനുഷ്യർ നിറയുന്ന ഒരു ലോകമുണ്ട് ഡോക്ടർ തോമസിന്റെ സ്വപ്നങ്ങളിൽ. വൈഫും എന്നോട് കൂടെ രാവിലെ മുതൽ ഉച്ച വരെയോളം എൻ്റെ കൂടെ നമ്മുടെ ക്ലിനിക്കിൽ തന്നെയുണ്ട്. അത് കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് തിരിച്ച് വീട്ടിൽ വരികയും പിന്നീട് ഞാൻ ഇതെല്ലാം തിരക്കിലായിരിക്കുമ്പോൾ കുടുംബത്തിൻ്റെ കംപ്ലീറ്റ് ചുമതല അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. വിവിധ സംഘടനകളുമായി ചേർന്ന് ചെയ്യാവുന്ന ഒരു സാമൂഹിക പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ട് ചേർന്ന് അതിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം വളരെ ഉത്സാഹിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അതുകൂടാതെ LWR എന്ന് പറഞ്ഞാൽ ലവ് വിതൗട്ട് റീസൺ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ സംഘടനയുണ്ട്. ആ സംഘടനയുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ മുച്ചിറി എല്ലാം പറയുന്ന പോലത്തെ ഉള്ള ട്രീറ്റ്മെൻറ്റ്സ്, അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ആ ട്രീറ്റ്മെൻറ്റും സർജറിയും ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. കൂടാതെ 25 കൊല്ലമായപ്പോൾ, ഇപ്പോൾ നമ്മുടെ ക്ലിനിക്ക് 50 കൊല്ലത്തോളമായി. 1965 തുടങ്ങിയത് 50th ഇയർ ആവുന്നു. അപ്പോൾ 25 കൊല്ലത്തോടനുബന്ധിച്ച് ഡാഡിയായിട്ട് ഫ്രീ ക്ലിനിക്ക് കോലഞ്ചേരിയിൽ ചെയ്യുന്നു. ആ ഫ്രീ ക്ലിനിക്ക് ഇന്ന് വരെ ഇപ്പോൾ ഏതാണ്ട് 24 വർഷം ആ ഫ്രീ ക്ലിനിക്ക് അനേകം പാവപ്പെട്ട രോഗികൾക്ക് പ്രത്യേകിച്ച് ദന്ത പരിചരണത്തിൽ സഹായിക്കുവാൻ ഞങ്ങളെക്കൊണ്ട് സാധിച്ചു. എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ഫ്രീ ആയിട്ട്, ഒന്നുകിൽ എൻ്റെ ഫാദർ ഞാനുണ്ടായിരുന്നപ്പോൾ ഞാനും അല്ലെങ്കിൽ അനിയൻ, അങ്ങനെ ആരെങ്കിലും ഒരാൾ ഫ്രീ ആയിട്ട് അവിടെ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഫ്രീ ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ഏത് തരത്തിലുള്ള ആൾക്കാരോടും ഇടപെടുന്ന രീതിയും അതിനെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട്. വളരെ താഴെക്കിടയിലുള്ള ആൾക്കാരോടും ഒരു ഡോക്ടർ എന്നുള്ള നിലവാരം വിട്ടിട്ട് അവരുടെ ലെവലിലേക്ക് അവരോട് സംസാരിക്കുന്നതിനെ വളരെയധികം സ്പർശിച്ചു. പിന്നെ അനേകരെ സഹായിക്കാനും തൻ്റെ ഒരു നല്ലൊരു ഹൃദയം, മറ്റുള്ളവരോട് ഉള്ള കാണിക്കുന്ന സാധാവും മറ്റുള്ളവരോടുള്ള സഹായിക്കണമെന്നുള്ളൊരു നല്ലൊരു മനസ്ഥിതി, അതൊക്കെ വളരെ നല്ലൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് അദ്ദേഹത്തോടുള്ള ഇടപെടൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റിയത്
എനിക്ക് വളരെ സന്തോഷമുണ്ട്. പഴയ വീഴ്ചകളോട് നെടുവീർപ്പിടുന്നതിനേക്കാൾ പുതിയ നന്മകൾക്കു നേരെ പുഞ്ചിരി തൂകുന്നതാണ് അഭികാമ്യമെന്ന് ഡോക്ടർ തോമസ് വിശ്വസിക്കുന്നു. വിരൂപമെന്ന് ലോകം വിധി എഴുതുന്ന ഏത് മുഖത്തു നിന്നും പ്രത്യാശയുടെ ചിരിത്തിളക്കം തെളിയിച്ചെടുക്കാനാവുമെന്ന ദൃഢപ്രത്യയം ഇദ്ദേഹം സൂക്ഷിക്കുകയും ചെയ്യുന്നു. അത്രയ്ക്കും കൈപുണ്യമുള്ള ഒരാളെ ഞാൻ അത്രയും കുറവാണ് കണ്ടത്, എസ്പെഷ്യലി ഡെന്റൽ ഡോക്ടർ. ഹി ഹാസ് എൻ ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ യൂഷ്വലി അത് നമ്മുടെ മനസ്സിന് പോകത്തില്ല. അതുകൂട്ടത്തെ ഒരു സ്പെഷ്യൽ പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ. ഞങ്ങളുടെ സർക്കിളിൽ ഇദ്ദേഹത്തിന് ഡോക്ടർ സ്മൈൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിനെ ഇന്ന് വരെ ഞാൻ വിത്തൗട്ട് സ്മൈൽ കണ്ടിട്ടില്ല. ഹി വിയർസ് സ്മൈൽ ആസ് ഹിസ് അറ്റയർ, വൺ ഓഫ് ദ അറ്റയർ. അയാളുടെ ബെസ്റ്റ് ക്വാളിറ്റി ഐ ഷുഡ് സേ ഇറ്റ്സ് പോസിറ്റീവ് attitude towards any situation. എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ ഒരു പുഞ്ചിരിയോടുകൂടി നേരിടുക. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രൊഫഷൻ തന്നെ ഡെൻറ്റിസ്ട്രിയാണ്. നമ്മൾ പുഞ്ചിരി കൊടുക്കുന്നവരാണ്, പുഞ്ചിരി പ്രദാനം ചെയ്യുന്നതാണ്. ഈ പുഞ്ചിരി നമുക്ക് വേണമെങ്കിൽ നമ്മൾക്ക് അധികം ഭാരങ്ങൾ, നമ്മളുടെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് തന്നെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പുഞ്ചിരിക്കാൻ സാധിക്കില്ല. പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ ദൈവത്തിൽ നോക്കുക, എന്നിട്ട് മുമ്പോട്ട് പോവുക. ഓരോ സംഘടനകളിൽ ചെല്ലുമ്പോഴും ഏറ്റവും ആ ചിരിക്കുന്ന ഡോക്ടർ എന്ന് കേൾക്കുന്ന ഒരു സന്തോഷം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ആ ചിരി, നമ്മൾ സ്മൈൽ ക്ലിനിക്ക്, സ്മൈൽ ഡെൻറ്റിസ്ട്രിയാണ്, എസ്തെറ്റിക് ഡെൻറ്റിസ്ട്രിയാണെന്ന് പറഞ്ഞ് ആ ബാനർ നമ്മൾ തന്നെ വഹിച്ചുകൊണ്ട് നടക്കുന്നതിലുള്ള സന്തോഷം, ഇതാണ് എന്നെ ഇനിയും മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നത്. കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിൽ ഒരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ ഞങ്ങളും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, വേറിട്ട കാഴ്ചകൾ, കൈരളി ടെലിവിഷൻ, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.